നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? ഇന്ന് പറയാൻ പോകുന്ന കഥ ഹൈ പൊട്ടൻഷ്യൽ എപ്പിസോഡ് 13. അപ്പോൾ ആരംഭിക്കലാങ്ങളാ. എപ്പിസോഡ് തുടങ്ങുന്നത് ലൂഡോ ഏവയെ കാർ ഓടിക്കാൻ പഠിപ്പിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. മോർഗനും എലിയറ്റും ക്ലോയിയും കൊണ്ട് വീടിന് മുമ്പിൽ അതും നോക്കി നിൽക്കുന്നുണ്ട്. മോർഗൻ അല്പം ടെൻഷനിലാണ് നിൽക്കുന്നത്. അത് കണ്ട് എലിയറ്റ് ചിരിച്ചുകൊണ്ട് അവളോട് സമാധാനമായി നിൽക്കാൻ പറയുന്നുണ്ട്. അടുത്ത സീനിൽ LAPD ഓഫീസാണ് കാണിക്കുന്നത്. മോർഗൻ ഓസിനോടും ഡാഫ്നിയോടും ഏവ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അവളെ ചെക്കിങ്ങിന് പിടിക്കാനായിട്ട് പറയുന്നുണ്ട്. കാരണം ഏവയ്ക്ക് ഇപ്പോൾ ലൈസൻസ് ഇല്ല. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അവൾ കൂട്ടുകാരികളോടും അവളുടെ ബോയ് ഫ്രണ്ടിനോടൊപ്പം കറങ്ങി നടക്കും. എനിക്കത് ഉറപ്പാണ്. കാരണം എനിക്ക് അവൾക്കും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്. അവളുടെ പ്രായത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാനൊരു മുൻകരുതൽ എടുക്കുന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് കയറി വന്ന കാരഡക്ക് നമ്മൾ ട്രാഫിക് പോലീസ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചീഫ് അങ്ങോട്ട് വന്നിട്ട് പോലീസുകാരുടെ വാർഷിക സമ്മേളനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് എല്ലാ പോലീസ് ഓഫീസർമാരും ഡിറ്റക്ടീവ്സുകളും അങ്ങനെ എല്ലാവരും ഉണ്ടാവും. പാട്ട്, മദ്യം ഒക്കെ ആയിട്ട് ഒരു പരിപാടി. അപ്പൊ കാരഡക്ക് ഞാൻ ഉണ്ടാവില്ല, എനിക്ക് വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ പരിപാടി മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും അവിടെ ഉണ്ടാവണം എന്ന് എല്ലാവരോടും കൂടി പറഞ്ഞിട്ട് ചീഫ് പോകുന്നു. അപ്പൊ കാരഡക്കിന് ഒരു ഒഫീഷ്യൽ ഫോൺ വരുന്നു. അവനൊരു മെയിൽ അയച്ചിട്ടുണ്ട് നോക്കാൻ പറഞ്ഞിട്ടാണ്. അത് കേട്ട് എല്ലാവരും അതെന്താണെന്ന് അറിയാൻ അവന്റെ കമ്പ്യൂട്ടറിന് മുന്നിലേക്ക് വരുന്നു. അവൻ ആ മെയിൽ തുറന്നപ്പോൾ അതിൽ സ്പെൻസർ എന്നോട് കളിക്കില്ലല്ലോ അല്ലേ എന്ന് എഴുതിയിരുന്നു. കൂടെ ഒരു ഫോട്ടോയും. ആ ഫോട്ടോയിൽ ഒരാളുടെ കൈയും കാലും വായും കെട്ടിയിട്ട് നിങ്ങൾക്ക് 2 മണിക്കൂർ സമയമുണ്ട് എന്നൊരു പേപ്പറിൽ എഴുതി അയാളുടെ മടിയിലും വെച്ചിട്ടുണ്ടായിരുന്നു. അത് വായിച്ചിട്ട് അവരെല്ലാവരും പരസ്പരം നോക്കുന്നു. ഓസ് സ്പെൻസറിന്റെ ഡീറ്റെയിൽസ് കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കുന്നുണ്ട്. 37 വയസ്സ്, ഒരു ഇന്റീരിയർ ഡിസൈൻ കമ്പനി നടത്തുന്നു, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ മോർഗൻ അവൻ ഇരുത്തി ഫോട്ടോ എടുത്തിരിക്കുന്ന മുറിക്ക് ജനാലകൾ ഒന്നുമില്ല എന്ന് തോന്നുന്നു. കാരണം ആ ഫോട്ടോയിൽ ആകെയുള്ള വെളിച്ചം ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റിന്റെ മാത്രമാണെന്ന് പറയുന്നു. അപ്പൊ അത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ചീഫ് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്. ഓസും ഡാഫ്നിയും നേരെ സ്പെൻസറിന്റെ അഡ്രസ്സിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് കഥകിൽ മുട്ടി വിളിച്ചെങ്കിലും അകത്തു നിന്ന് അനക്കമൊന്നുമില്ല. അപ്പോഴാണ് കഥകിന് മുൻപിൽ താഴെ ഒരു പെട്ടി ഇരിക്കുന്നത് കാണുന്നത്. അതെന്തായാലും ആരും പാഴ്സൽ അയച്ചതല്ല എന്ന് മനസ്സിലാക്കി അവർ ആ പെട്ടി LAPD ഓഫീസിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു പസിലായിരുന്നു. അതിൽ ലെറ്റ്സ് പ്ലേ എന്ന് എഴുതിയിരുന്നു. അപ്പോൾ ഇത് ചെയ്തത് ആരായാലും അയാൾ ഒരു ഗെയിം കളിക്കുകയാണ്. ഇതിലെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം, അതാണ് അയാൾക്ക് വേണ്ടതെന്ന് മോർഗൻ പറയുന്നു. എന്നിട്ട് അവിടെ അതെല്ലാം എടുത്ത് കണക്ട് ചെയ്ത് അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവസാനം അതിലൊരു പീസ് മിസ്സിംഗ് ആണ്. താഴെ എവിടെയെങ്കിലും വീണു പോയതാണോ എന്ന് ഓസ് നോക്കിയപ്പോൾ അല്ല, ഇത് ഈ ഗെയിമിന്റെ ഭാഗമാണെന്ന് മോർഗൻ പറയുന്നു. ആ പസിൽ ഒരു മാപ്പ് പോലെയാണ്. അപ്പൊ സ്പെൻസറിനെ തട്ടിക്കൊണ്ടുപോയവൻ അവനെ കെട്ടിവെച്ചിരിക്കുന്നത് ആ മിസ്സിംഗ് പീസ് ഉള്ള സ്ഥലത്തായിരിക്കും എന്ന് കാരഡക്ക് പറയുന്നു. അപ്പോഴാണ് അതിലുള്ള സ്ഥലം ഓസ് കണ്ടുപിടിക്കുന്നത്. കാരണം അവൻ കഴിഞ്ഞ ആഴ്ച അവിടെ ഹൈക്കിങ്ങിന് പോയിരുന്നു. അപ്പൊ ചീഫ് കാരഡക്കിനോടും മോർഗനോടും ആ സ്ഥലത്തേക്ക് എന്ന് അന്വേഷിക്കാൻ പറയുന്നു. ഓസിനോടും ഡാഫ്നിയോടും സ്പെൻസറിനെ കുറിച്ച് കിട്ടാവുന്ന ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാനും പറയുന്നു. അങ്ങനെ കാരഡക്കും മോർഗനും ആ പസിലിൽ കാണിച്ച ലൊക്കേഷനിലേക്ക് എത്തുന്നു. അവിടെ ഒരു മരത്തിൽ കുറെ കാർഡുകൾ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ് കളിക്കുന്നതെന്ന് കാരഡക്ക് മോർഗന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അവിടെ 2 സൈഡിലായിട്ട് 2 പാറക്കല്ലുകൾ വെച്ചിട്ട് അതിൽ 1, 2 എന്ന് നമ്പറുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് സൈഡിലേക്കാണ് പോകേണ്ടത് എന്നറിയാനായിട്ട് അവർ ആ കാർഡ് കളിച്ചു നോക്കുന്നു. അപ്പോൾ അവർക്ക് 2 ആണ് കിട്ടിയത്. അങ്ങനെ 2 എന്ന് എഴുതി വെച്ച് കല്ലിന്റെ സൈഡിലേക്കുള്ള വഴിയിലൂടെ അവർ പോകുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ 2 വലിയ ബൈനോക്കുലറുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചീഫ് കാരഡക്കിനെ ഫോൺ വിളിച്ചിട്ട് ഡാഫ്നി ഓസും സ്പെൻസറിന്റെ അപ്പാർട്ട്മെന്റിൽ പരിശോധിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും ഇൻസുലിൻ ഇഞ്ചക്ഷനുകൾ കണ്ടെടുത്തു എന്ന് പറയുന്നു. അതായത് സ്പെൻസർ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. അപ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ ഇനി അരമണിക്കൂറിനുള്ളിൽ അവൻ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഗെയിം സീരിയസ് ആണെന്ന് കാരഡക്കിനും മോർഗനും മനസ്സിലാകുന്നു. ആ ബൈനോക്കുലറുകളുടെ അടുത്ത് തന്നെ ഈ കൊച്ചുകുട്ടികൾ തൊങ്കി കളിക്കില്ലേ, അതുപോലുള്ള ഒരു ഗെയിം വരച്ചു വെച്ചിട്ട് അതിൽ കുറെ നമ്പറുകൾ ഉണ്ടായിരുന്നു. ഒപ്പം പ്ലസ് ചിഹ്നവും ഗുണന ചിഹ്നവും. മോർഗൻ ബുദ്ധി ഉപയോഗിച്ച് കൂട്ടിയും കുറച്ചും അതിൽ നിന്നും -10, 240 അങ്ങനെ 2 നമ്പറുകൾ കണ്ടുപിടിക്കുന്നു. ആ നമ്പറുകൾ അവിടെ ഉണ്ടായിരുന്ന ബൈനോക്കുലർ വഴി നോക്കാനുള്ള ആംഗിൾ ആയിരുന്നു. മോർഗൻ ആ ആംഗിൾ സെറ്റ് ചെയ്തിട്ട് ബൈനോക്കുലർ വഴി നോക്കിയപ്പോൾ കണ്ടത് വാലിഡൈസ് സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ബോർഡായിരുന്നു. അതായത് സാധനങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യാനുള്ള സ്ഥലം. അങ്ങനെയുള്ള സ്റ്റോറേജുകളിൽ ജനാലകൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ മോർഗന്റെ ഊഹം ശരിയായിരുന്നു. ഉടനെ തന്നെ അവരെല്ലാവരും അങ്ങോട്ട് ചെല്ലുന്നു. എന്നിട്ട് സ്പെൻസറിന് ഉച്ചത്തിൽ വിളിച്ച് അവിടെ എല്ലാം അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഓസ് ഓടി വന്നിട്ട് സ്പെൻസർ L4 എന്ന് പറഞ്ഞ റൂം റെന്റിനെടുത്തായിരുന്നു എന്ന് മാനേജർ പറഞ്ഞു. അപ്പോൾ അതിലുണ്ടാവും എന്ന് പറയുന്നു. അവരെല്ലാവരും ഉടനെ അങ്ങോട്ട് ചെല്ലുന്നു. കാരഡക്ക് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കട്ടർ ഉപയോഗിച്ച് ലോക്ക് പൊട്ടിച്ച് വാതിൽ തുറന്ന് അകത്ത് നോക്കിയപ്പോൾ സ്പെൻസറിനെ അതിനകത്ത് തന്നെയായിരുന്നു കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നത്. അവർ അവന്റെ വായിലൊട്ടിച്ചിരുന്ന ടേപ്പ് നീക്കുന്നു. ഡാഫ്നി അവന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അവന്റെ കയ്യിൽ കുത്തിവെക്കുന്നു. സ്പെൻസർ അവരോടെല്ലാവരോടും അവന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറയുന്നുണ്ട്. അങ്ങനെ സ്പെൻസറിനെ അവിടെ നിന്നും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. കാരഡക്കും മോർഗനും അവിടെ ഉണ്ട്. അപ്പോൾ ആരാണ് അവനെ തട്ടിക്കൊണ്ടുപോയതെന്ന് ചോദിച്ചപ്പോൾ അവനത് അറിയില്ല. അവൻ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ പുറകിൽ നിന്നും അവന്റെ മുഖം മൂടി കടത്തിക്കൊണ്ടുപോയതാണ്. എന്നിട്ട് ഒരു ഇരുണ്ട മുറിയിൽ അവനെ കൊണ്ടുപോയി അവനെ കൊണ്ട് ഗെയിമുകൾ കളിപ്പിച്ചു. പക്ഷെ സ്പെൻസർ വല്ലാതെ ഭയന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവന് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റിയില്ല. അത് കണ്ട് അവർ ദേഷ്യത്തിൽ അവനെ ഇടിച്ച് ബോധം കെടുത്തുന്നു. പിന്നീട് സ്പെൻസർ കണ്ണു തുറന്നത് അവനെ കണ്ടുപിടിച്ച അവൻ തന്നെ റെന്റിനെടുത്ത ആ സ്റ്റോറേജിലാണ്. അപ്പോൾ കാരഡക്ക് അവരുടെ മുഖം നീ കണ്ടിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അവരൊരു വെള്ള ആനിമ മാസ്ക് ധരിച്ചിരുന്നു എന്ന് സ്പെൻസർ പറയുന്നു. അപ്പോൾ അവരുടെ ശബ്ദം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ ഒന്നും തന്നെ സംസാരിച്ചില്ലെന്ന് സ്പെൻസർ പറയുന്നു. അപ്പോൾ മോർഗൻ നീ ആ സ്റ്റോറേജ്
റെന്റിന് എടുത്തിട്ട് എന്താണത് കാലിയായിട്ട് ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സ്പെൻസർ അവന്റെ ഒരു സുഹൃത്തുമായി ചേർന്നാണ് ആ സ്റ്റോറേജ് എടുത്തത്. അവർക്ക് വലിയ പ്ലാനുകൾ ഉണ്ടായിരുന്നു. പക്ഷെ 4 വർഷങ്ങൾക്ക് മുമ്പ് ആ സുഹൃത്ത് മരിച്ചുപോയി. അങ്ങനെ മരണശേഷവും അവന്റെ സുഹൃത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് സ്പെൻസർ ഇപ്പോഴും ആ സ്റ്റോറേജ് വിട്ടുകളഞ്ഞിട്ടില്ല. അപ്പോൾ നിനക്ക് ആരെങ്കിലും സംശയം ഉണ്ടെന്ന് കാനഡയ്ക്ക് ചോദിച്ചപ്പോൾ അറിയില്ലെന്ന് സ്പെൻസർ മറുപടി പറയുന്നു. അങ്ങനെ സ്പെൻസറിൽ നിന്നും അവൻ ആരാണ് തട്ടിക്കൊണ്ടുപോയെന്നുള്ള വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. അടുത്ത സീനിൽ LAPD ഓഫീസ് കാണിക്കുന്നു. സ്പെൻസറിനെ തട്ടിക്കൊണ്ടുപോയ ആളുകൾക്ക് നമ്മൾ അവനെ കണ്ടുപിടിക്കണമെന്ന് തന്നെയായിരുന്നു ഉദ്ദേശം. അവർക്ക് വേണമെങ്കിൽ അവനെ കൊല്ലാമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. കാരണം അവർക്ക് നമ്മളോട് ഗെയിം കളിക്കണമായിരുന്നു. മാത്രമല്ല അവർ ക്ലൂ ആയിട്ട് തന്ന ഗെയിം എല്ലാം കുട്ടികൾ കളിക്കുന്ന ഗെയിമാണെന്ന് മോർഗൻ പറയുന്നു. അപ്പൊ കാനഡക്ക് എനിക്ക് തോന്നുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് വൈരാഗ്യമുള്ള ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണെന്ന് പറയുന്നു. അടുത്ത സീനിൽ മോർഗൻ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് മേടിക്കുകയാണ്. അപ്പോൾ പൈസ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അത് ഓൾറെഡി പേ ചെയ്തു എന്ന് സ്റ്റാഫ് പറയുന്നു. ആരാണ് തന്നതെന്ന് മോർഗൻ ചോദിച്ചപ്പോൾ ആ സ്റ്റാഫ് ഒരാളെ ചൂണ്ടിക്കാണിക്കുന്നു. അത് ജിയോ ആയിരുന്നു. അവൻ അവിടെ ഇരുന്ന് സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മോർഗൻ പതുക്കെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വരുമെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ എല്ലാ വ്യാഴാഴ്ചകളിലും നീ വീട്ടിലേക്ക് ഫുഡ് മേടിക്കാറുണ്ട് എന്ന് എനിക്കറിയാം. നിന്നെ കുറിച്ച് മാത്രമല്ല ഒരുപാട് ആളുകളെ കുറിച്ച് എനിക്കറിയാം എന്ന് അവൻ പറയുന്നു. അവനൊരു പോലീസ് ഇൻഫോർമർ ആണല്ലോ, അതുകൊണ്ട് അവൻ ആളുകളെ ശരിക്കും സ്റ്റഡി ചെയ്യും. എന്നിട്ട് മോർഗനോട് ഇരിക്കാൻ പറയുന്നു. അവൾ അവന്റെ മുൻപിൽ ഇരുന്നിട്ട് നീ പറഞ്ഞ ഒരുപാട് ആളുകളിൽ റോമനും പെടുമോ, അവനെ നീ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുന്നു. അപ്പൊ ജിയോ, ഞാൻ നിന്നോട് മാത്രമാണ് സംസാരിക്കുകയുള്ളൂ. നിന്റെ പോലീസ് സുഹൃത്തുക്കളും ഈ കേസിന് പുറകെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അവരോട് എപ്പോഴും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അതിന് പല കാരണങ്ങളുണ്ട്. പിന്നെ റോമനെ കാണാനാവുന്നതിന് മുമ്പ് അവൻ എന്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് അവനെ തന്നെ ഭയമാണ്. അവൻ കാരണം നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അവൻ ഭയപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അപ്പൊ മോർഗൻ, അത് നീ നേരത്തെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജിയോ, അവൻ ആ പറഞ്ഞതിന് ആ സമയം അവൻ വർക്ക് ചെയ്തിരുന്നു എന്ന് ഞാൻ കേട്ട ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. അപ്പൊ മോർഗൻ, റോമൻ ഒരു പെയിന്റർ ആയിരുന്നു, അവൻ ആരുടെയും ഒപ്പം ജോലി ചെയ്യുകയായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ജിയോ, എനിക്ക് ആകെ അറിയാവുന്നത് അവളുടെ പേര് ലൈല ഫ്ലിൻ എന്നാണ്, മറ്റൊന്നും എനിക്കറിയില്ല. പക്ഷെ അവളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് പറയുന്നു. അപ്പൊ മോർഗൻ, ഞാൻ അതെങ്ങനെ അറിയും, ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കും എന്ന് ചോദിച്ചപ്പോൾ നിനക്ക് വിശ്വസിക്കാൻ വേറെ ആരാണുള്ളതെന്ന് പറഞ്ഞ് അവൻ അവന്റെ മൊബൈൽ ഫോൺ അവളുടെ മുമ്പിലേക്ക് വെച്ചിട്ട് നിന്റെ നമ്പർ അതിൽ ഡയൽ ചെയ്യും. ഈ ലൈല ഫ്ലിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്ന് പറയുന്നു. മോർഗൻ ആ ഫോൺ എടുത്ത് അവളുടെ നമ്പർ ഡയൽ ചെയ്യുന്നു. അതൊരു ഫോൾഡിംഗ് ഫോൺ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫോൾഡിംഗ് ഫോൺ. എന്നാണോ ഒരെണ്ണം മേടിക്കാൻ പറ്റുക. അങ്ങനെ മോർഗൻ അവളുടെ നമ്പർ ഡയൽ ചെയ്തിട്ട് ആ ഫോൺ അവന്റെ മുമ്പിലേക്ക് ഇട്ടിട്ട് അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ മോർഗൻ അവൾ വാങ്ങിച്ച് ഭക്ഷണമായി വീട്ടിലേക്ക് എത്തുന്നു. അപ്പൊ ഏവ അവളെ മുറിയിലേക്ക് വിളിച്ചിട്ട് എനിക്കൊരു കാര്യം അമ്മയെ കാണിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൾ സ്വയം തയ്യാറാക്കിയ ഒരു ആൽബം മോർഗനെ കാണിച്ചു കൊടുക്കുന്നു. അതിൽ ഏവയുടെ ചെറുപ്പകാലം മുതൽ ഇന്ന് രാവിലെ അവൾ കാർ ഓടിച്ചു വരെയുള്ള ഫോട്ടോകളായിരുന്നു ഉണ്ടായിരുന്നത്. ഏവ അങ്ങനെ ഒരു ആൽബം ഉണ്ടാക്കിയത് മോർഗന് റോമനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അവനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു ഇരുന്നത് എന്ന് അച്ഛൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ഏവ പറയുന്നു. ഏവ അച്ഛനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്, നമുക്ക് നല്ലത് പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് മോർഗൻ പോലീസുകാർ നടത്തുന്ന പാർട്ടിയെ കുറിച്ച് ഏവയോട് പറയുന്നു. ഏവ ഭയങ്കര സന്തോഷത്തിൽ ഞാൻ അമ്മയുടെ ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരാം എന്ന് പറയുന്നു. മോർഗൻ ഇത് സമ്മതിക്കുന്നു. അടുത്ത സീനിൽ പിറ്റേ ദിവസം രാവിലെ LAPD ഓഫീസ് കാണിക്കുന്നു. ഓസ് നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് വന്ന ഡാഫ്നി, നീ നേരത്തെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഈ കേസിന്റെ എന്തെങ്കിലും തുമ്പ് കണ്ടുപിടിക്കണം, അതുകൊണ്ടാണ് നേരത്തെ വന്നത് എന്ന് പറയുന്നു. അപ്പൊ ഡാഫ്നിക്ക് ഒരു കോൾ വരുന്നു. ആ കിഡ്നാപ്പർ അടുത്ത ക്ലൂ പോലീസുകാരുടെ പാർട്ടി നടക്കാൻ പോകുന്ന ഹോട്ടലിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ആ കോൾ. ഡാഫ്നി ഉടനെ ഓസിനെയും വിളിച്ച് അങ്ങോട്ട് പോകുന്നു. പുറകെ മോർഗൻ ആ ഹോട്ടലിലേക്ക് എത്തുന്നു. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൾ ടോം വിളിക്കുന്നു. അവനും പോലീസ് പാർട്ടിക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്, അതിന് കാരണം നീയാണെന്ന് എനിക്കറിയാം, നീ വരുന്നില്ല എന്ന് ചോദിച്ചായിരുന്നു അവൻ വിളിച്ചത്. മോർഗൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശരി നമുക്ക് അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ടോം ഫോൺ വെക്കുന്നു. മോർഗൻ നേരെ ഹാളിലേക്ക് വന്നപ്പോൾ കാനഡക്കും ഡാഫ്നി ഓസും അവിടെയുണ്ട്. എന്താണ് കിട്ടിയ ക്ലൂ എന്ന് അവൾ ചോദിച്ചപ്പോൾ കാനഡക്ക് മോർഗന് ഇത് കാണിച്ചു കൊടുക്കുന്നു. അവിടെ ഒരു സ്ട്രോളറിൽ 3 കുട്ടികളുടെ പാവകൾ, 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടി, കൂടെ ഒരു മെസ്സേജും, തമാശ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന്. അപ്പൊ ഡാഫ്നി, ഞങ്ങൾ ഇവിടെ എല്ലാവരോടും ചോദിച്ചു ഇത് ആരാണ് ഇവിടെ കൊണ്ടുവച്ചതെന്ന്, പക്ഷെ ആർക്കും അറിയില്ല എന്ന് പറയുന്നു. അപ്പൊ മോർഗൻ, സ്പെൻസറിനെ തട്ടിക്കൊണ്ടുപോയവൻ അത് അവിടെ കൊണ്ട് നിർത്തിയിട്ടില്ല, അത് മാത്രമല്ല നമ്മുടെ പാർട്ടി നടക്കാൻ പോകുന്ന ഈ ഹാളിൽ ഇത് കൊണ്ടുവയ്ക്കണമെങ്കിൽ അവൻ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അടുത്ത സീനിൽ LAPD ഓഫീസ് കാണിക്കുന്നു. അവർ ആ പാവക്കുട്ടികളെ എല്ലാം അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും യാതൊരുവിധ ഫിംഗർ പ്രിന്റുകളോ DNA ഒന്നും കിട്ടിയിട്ടില്ല എന്ന് ഓസ് പറയുന്നു. അപ്പൊ ആ പാവക്കുട്ടികളെ പരിശോധിച്ചുകൊണ്ടിരുന്ന മോർഗൻ ഇതിൽ എന്തെങ്കിലും ഒരു ക്ലൂ ഉറപ്പായിട്ടും ഉണ്ടാവും, കാരണം കഴിഞ്ഞ പ്രാവശ്യം ആ കിഡ്നാപ്പർ ഓരോ ക്ലൂ തന്നിരുന്നു, ആ ക്ലൂ നമ്മൾ കണ്ടുപിടിക്കണം, അതിലാണ് അവൻ രസം കണ്ടെത്തുന്നത് എന്ന് പറയുന്നു. അപ്പൊ കാരഡക്, എനിക്ക് സ്പെൻസറിനോട് ഒന്നുകൂടി സംസാരിക്കണം, കാരണം അവൻ വാടകയ്ക്ക് എടുത്തിരുന്ന ആ സ്റ്റോറേജിനെ പറ്റി ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ കിഡ്നാപ്പർ അവനെ ഫോളോ ചെയ്തിരിക്കണം, അല്ലാതെ അത് ആർക്കാണ് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാമെന്ന് ഓസ് പറയുന്നു. അത് കേട്ട് എല്ലാവരും അവനെ നോക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓസിന്റെ അച്ഛൻ കഴിഞ്ഞ വർഷം മരിച്ചു വരുന്നു. അവനിപ്പോൾ അച്ഛനും അമ്മയും ഇല്ല. അത് അവനെ വല്ലാതെ ബാധിച്ചിരുന്നു. വല്ലാത്ത സങ്കടത്തിലായിരുന്നു ഓസ്. അതുകൊണ്ട് അവനൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരുന്നു. ഇതേപോലെ സങ്കടങ്ങളുള്ള ആളുകൾ ചേർന്ന ഒരു ഗ്രൂപ്പ്. അവിടെ അവർ അവരുടെ സങ്കടങ്ങളെല്ലാം ഷെയർ ചെയ്യും. ആ ഗ്രൂപ്പിൽ സ്പെൻസർ ഉണ്ടായിരുന്നു. പക്ഷെ ഓസ് എപ്പോഴും ആ ഗ്രൂപ്പിൽ പോകുമായിരുന്നില്ല. അതുകൊണ്ടാണ് സ്പെൻസറിന് ആദ്യം അവന് മനസ്സിലാകാതിരുന്നത്. സ്പെൻസറിന് അവന്റെ പാർട്ട്ണറെ നഷ്ടപ്പെട്ടിരുന്നല്ലോ, ആ സങ്കടത്തിലായിരുന്നു സ്പെൻസർ. അതുകൊണ്ടാണ് അവൻ ആ ഗ്രൂപ്പിൽ ചേരുന്നത്. അക്കാര്യം അവൻ പറഞ്ഞപ്പോഴാണ് ഓസിന് സ്പെൻസറിന് ഓർമ്മ വരുന്നത്. അപ്പോ ഓസിന് സ്പെൻസർ പറഞ്ഞ സ്റ്റോറേജിനെ പറ്റി അറിയാമെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ബാക്കി എല്ലാവർക്കും ഇതേപോലെ തന്നെ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിലുള്ള ആര് വേണമെങ്കിലും ആകാം കിഡ്നാപ്പർ. അപ്പോ അടുത്ത മീറ്റിംഗ് എന്നാണെന്ന് ചീഫ് ചോദിക്കുന്നു. ഇന്നുണ്ടെന്ന് ഓസ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നീയും ഡാഫ്നിയും അവിടെ ചെന്ന് ഗ്രൂപ്പ് മെമ്പേഴ്സിനോടെല്ലാം ഒന്ന് സംസാരിക്കും. കാരഡക്കിനോടും മോർഗനോടും ആ പാവകളുടെ ക്ലൂ കണ്ടുപിടിക്കാനും ചീഫ് പറയുന്നു. അങ്ങനെ ഓസും ഡാഫ്നി അങ്ങോട്ട് ചെല്ലുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളോടെല്ലാം അവർ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഗെയിംസിനെ പറ്റി ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഒരേപോലെ ഡേവിഡ് എന്നൊരാൾക്ക് ഗെയിമുകളെല്ലാം ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നു. ഡേവിഡിന്റെ
ഡേവിഡിന്റെ സഹോദരി മരിച്ചു വരുന്നു. അങ്ങനെയാണ് ഡേവിഡ് ഈ ഗ്രൂപ്പിലേക്ക് എത്തുന്നത്. സഹോദരിയുടെ മരണശേഷം വീട്ടുകാരെല്ലാം ഒന്നിച്ചുള്ള ഗെയിം കളി നിന്നുപോയെന്നും അവനത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നും പറഞ്ഞുവെന്ന് അവരെല്ലാവരും പറയുന്നു. അത് കേട്ട് ഡാഫ്നിയോസും പരസ്പരം നോക്കുന്നുണ്ട്. ഇതേസമയം ഓഫീസിൽ മോർഗൻ പാവകളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ചീഫ് അതുവഴി പോയപ്പോൾ മോർഗൻ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൾ ജിയോയെ കണ്ട കാര്യം ചീഫിനോടും കാരഡക്കിനോടും പറയുന്നു. ജിയോ ലൈലയെ കുറിച്ച് പറഞ്ഞറിഞ്ഞപ്പോൾ ചീഫും കാരഡക്കും പരസ്പരം നോക്കുന്നുണ്ട മോർഗൻ എനിക്കറിയാം നിങ്ങൾ എന്താണ് ഇപ്പോൾ ആലോചിക്കുന്നതെന്ന്, പക്ഷേ റോമൻ അവളുമായിട്ട് അവിഹിത ബന്ധമൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. അപ്പൊ കാരഡക്ക് ജിയോനെ ഒഴിവാക്കെന്ന് പറയുന്നുണ്ട്. കാരണം അവന് ജിയോ പോലീസുകാർ ഇതിൽ ഇടപെടരുത് എന്ന് മോർഗനോട് പറഞ്ഞത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ചീഫ് അത് സമ്മതിക്കുന്നില്ല. കാരണം ജിയോയ്ക്ക് പല കണക്ഷൻസും ഉണ്ട്. അതുപോലെ പോലീസുകാർക്ക് അറിയാത്ത പല കാര്യങ്ങൾ അവനറിയാം. അത് നമ്മൾ ഉപയോഗിക്കണം എന്നാണ് ചീഫ് പറയുന്നത്. ചീഫ് പറഞ്ഞതിനോട് മോർഗന് യോജിക്കുന്നു. അപ്പൊ കാരഡക്കിന് വേറെ വഴിയില്ല. എന്തായാലും നീ അവൻ അധികം വിശ്വസിക്കേണ്ട എന്ന് അവൻ മോർഗനോട് പറയുന്നു. ഒരിക്കലും ഇല്ല എന്ന് അവൾ സമ്മതിക്കുന്നു. അവിടെ നിന്ന് ഓസിനെയും ഡാഫ്നിയും കാണിക്കുമ്പോൾ അവരപ്പോഴും ആ മീറ്റിംഗ് സ്ഥലത്ത് തന്നെയാണ്. അവരൊരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ടുണ്ട്. അയാൾ ഇപ്പോൾ എത്തുമെന്ന് ഡാഫ്നി പറയുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരുത്തൻ സിയറ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ നിനക്ക് ഓർമ്മയില്ലെന്ന് ഓസിനോട് ചോദിച്ചിട്ട് അവൾ മുടങ്ങാതെ മീറ്റിംഗിന് വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇന്ന് ഇത്രയും സമയമായിട്ടും അവൾ വന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അവൾ എന്താണ് ചെയ്യുന്നതെന്ന് ഡാഫ്നി ചോദിച്ചപ്പോൾ സിയറ ഒരു സൈൻ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ്. അതായത് ആംഗ്യഭാഷയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആൾ. നമ്മൾ TV ന്യൂസ് ചാനലൊക്കെ കണ്ടിട്ടില്ലേ? അടുത്ത സീനിൽ സ്കെച്ച് ആർട്ടിസ്റ്റിനെ വെച്ച് ഡേവിഡിന്റെ പടം അവർ വരച്ചെടുക്കുന്നു. പക്ഷെ ഡേവിഡാണ് ആ കിഡ്നാപ്പർ എന്ന് ചീഫിന് മോർഗൻ അത്ര ഉറപ്പില്ല. കാരണം ഡേവിഡിന്റെ സഹോദരി മരിച്ചു പോയത് അവന്റെ ചെറുപ്പകാലത്താണ്. ഇത്രയും കാലം കഴിഞ്ഞ് ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഡേവിഡ് ഞങ്ങളുടെ ആ ഗ്രൂപ്പിനെ ഒരു ദിവസം ഒരു ബാറിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷെ ആരും അന്ന് അവിടെ പോയിരുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ നിങ്ങളാരും അവനൊരു വില കൊടുത്തില്ല എന്ന് തോന്നി. ആ വൈരാഗ്യത്തിന് ഒരുപക്ഷെ ഡേവിഡ് ആ ഗ്രൂപ്പിലുള്ള ഒരാളെ തട്ടിക്കൊണ്ടുപോയി ഗെയിം കളിച്ചതാവാം അല്ല എന്ന് മോർഗൻ പറയുന്നു. ഇതേസമയം ഡാഫിനി ആദ്യം പറഞ്ഞ സിയറ എന്ന സ്ത്രീയുടെ ഫോട്ടോയും അഡ്രസ്സും കമ്പ്യൂട്ടർ ഡേറ്റയിൽ നിന്ന് എടുക്കുന്നുണ്ട്. കാരഡക്ക് മോർഗനും അങ്ങനെ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു. പക്ഷെ അതിന്റെ അകത്ത് എന്തോ ബഹളം നടന്ന പോലെ സാധനങ്ങളെല്ലാം അലങ്കോലായി കിടക്കായിരുന്നു. അവരവിടെ പരിശോധിച്ചുകൊണ്ട് നിന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫിന്റെ സ്ഥാനം കണ്ട് മോർഗൻ എന്തോ ഒരു സംശയം തോന്നുന്നു. കാരണം അതിന് തൊട്ടടുത്തുള്ള ഡ്രസ്സ് വെക്കുന്ന അലമാരയുടെ വാതിൽ തുറന്നാൽ അത് ആ ഷെൽഫിൽ ഇടിക്കും. അപ്പോൾ ആ ഷെൽഫ് എന്തിനാണ് അത്രയും ചേർത്തിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതൊരു പക്ഷേ സൈഡിലേക്ക് തള്ളി മാറ്റിയിട്ടുണ്ടാവും അല്ലേ എന്ന് കാരഡക്ക് ചോദിക്കുന്നു. അപ്പോൾ മോർഗൻ അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ ജനാലയുടെ ബ്ലൈൻഡ് അടയ്ക്കുന്നു. കാരഡക്ക് ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ ഉണ്ടായ ഇരുട്ടിൽ അവിടെ ഭിത്തിയിൽ ഫ്ലൂറസെന്റ് മഷി കൊണ്ട് നിങ്ങൾക്ക് ഇരുട്ടിൽ പറയാൻ പറ്റില്ലെന്ന് എഴുതി വെച്ചിരിക്കുന്നത് അവർ കാണുന്നു. മോർഗൻ കുറെ നേരം ആ എഴുതിയിരിക്കുന്നതിലേക്ക് നോക്കി വായിച്ചതിന് ശേഷം അത് എഴുതിയാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. സിയർ ഒരു ആംഗ്യഭാഷ ട്രാൻസ്ലേറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഇരുട്ടിൽ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ സംസാരിക്കാൻ പറ്റില്ല എന്നും അർത്ഥമുണ്ട്. ഇരുട്ടിൽ സംസാരിക്കാൻ പറ്റാത്ത ആളുകളാണ് ബദിരർ. കാരണം അവരോട് ആംഗ്യഭാഷയിൽ വേണമല്ലോ സംസാരിക്കാൻ. ആംഗ്യഭാഷ കാണണമെങ്കിൽ വെളിച്ചം വേണം. അതാണ് ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾ സിയറെ തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ മോർഗൻ ആ പാവക്കുട്ടികളെ കാണണമെന്ന് പറഞ്ഞ് ഉടനെ തന്നെ അവർ LAPD ഓഫീസിലേക്ക് എത്തുന്നു. എന്നിട്ട് ആ പാവക്കുട്ടികളുടെ കൈകളിൽ നോക്കിയപ്പോൾ അത് സൈൻ ലാംഗ്വേജ് ആണ്. മോർഗൻ അത് ഓരോന്നായി പറയുന്നു. കാരഡക്ക് അത് കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കുന്നു. അപ്പൊ അവർക്ക് കിട്ടിയത് COX1PI എന്നായിരുന്നു. അവൾ അത് തിരിച്ചു മറിച്ച് ഇട്ട് നോക്കി അവസാനം ഒരു വാക്ക് കണ്ടുപിടിക്കുന്നു, പിക്കോക്സ് 1. അപ്പൊ കാരഡക്ക് പിക്കോ ആൻഡ് ഫസ്റ്റ് എന്ന് പറയുന്നു. അവിടെ പൂട്ടിയ ഒരു പഴയ ആർട്ട് ഗാലറി ഉണ്ടെന്ന് ഡാഫ്നി മൊബൈലിൽ ചെക്ക് ചെയ്തിട്ട് പറയുന്നു. അപ്പൊ ചീഫ് ഉടനെ അവിടെ ചെന്ന് അത് ആരെങ്കിലും തുറന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയുന്നു. അവരെല്ലാവരും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകുന്നു. അവിടെ എത്തി തോക്ക് വേണ്ടി അവരെല്ലാവരും അകത്തേക്ക് ചെല്ലുന്നു. അവിടെ ഒരു ടൈമർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ സമയം അരമണിക്കൂർ കഴിഞ്ഞു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ലോക്കറിനകത്ത് നിന്നും സീറയുടെ ശബ്ദം കാരഡക്ക് കേൾക്കുന്നു. അവൾ അതിനകത്ത് പൂട്ടിയിട്ട സമയമാണ് ആ ടൈമറിൽ കാണിക്കുന്നത്. അതായത് അരമണിക്കൂറിന് മേലെയായി അവൾ അതിനകത്ത് പൂട്ടിയിട്ടിട്ട്. കാരഡക്ക് അവളോട് പേടിക്കണ്ട, ഞങ്ങൾ പോലീസാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് ശ്വാസം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് സീറ മറുപടി കൊടുക്കുന്നു. അവൾ വല്ലാതെ ഭയന്നിട്ടുണ്ട്. അപ്പൊ മോർഗൻ അവിടെ ഭിത്തിയിൽ ഉണ്ടായിരുന്ന ചിത്രങ്ങളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് അവൾക്ക് മനസ്സിലായി അടുത്ത ഗെയിം ആ പടങ്ങൾ വെച്ചിട്ടാണ് കിഡ്നാപ്പർ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പൊ അതെന്താണെന്ന് കാരഡക്ക് ചോദിച്ചപ്പോൾ ആ ഗെയിമിന്റെ പേരാണ് ജാക്സ്. ലോകത്ത് പല സ്ഥലങ്ങളിലും ഇത് കളിക്കുന്നുണ്ട്, പക്ഷെ വ്യത്യസ്ത പേരുകളാണെന്ന് മാത്രം. ഈ ഗെയിം ഏറ്റവും പഴക്കം ചെന്നത് ചൈനയിലാണ്. കളിക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്നത് ആടിന്റെ 10 ചെറിയ എല്ലും കഷ്ണങ്ങളായിരുന്നു. അടുത്തത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ നമ്മുടെ സ്വന്തം കേരളത്തില് പേര് മനസ്സിലായോ? 5 കല്ല്. അതായത് 5 കല്ലുകളാണ് ഈ ഗെയിം കളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് ജപ്പാനിലാണ്. അവർ ഈ ഗെയിം കളിക്കാൻ ഉപയോഗിക്കുന്നത് പഴത്തിന്റെ കുരുക്കളടങ്ങിയ 7 ചെറിയ ബാഗുകളാണ്. നിങ്ങൾക്ക് കളി ഏതാണെന്ന് മനസ്സിലായോ? കല്ലുകളി. അത് തന്നെ. നമ്മളിവിടെ 5 കല്ല് മാത്രം ഉപയോഗിച്ചല്ല, അതിലും കൂടുതൽ കല്ലുകൾ ഉപയോഗിച്ച് കളിക്കാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ കല്ലുകളി അറിയാമോ എന്ന് അറിയില്ല. എന്റെയൊക്കെ നൊസ്റ്റാൾജിയാണ്. എത്ര പേര് കല്ല് കളിച്ചിട്ടുണ്ട്? അങ്ങനെ മോർഗൻ പറഞ്ഞ ഓരോ രാജ്യങ്ങളിലും കളിക്കുന്ന കല്ലുകളുടെ എണ്ണം നമ്പർ ലോക്കറിൽ തിരിച്ച് ആ ലോക്കറിന്റെ ലോക്ക് ഡാഫ്നി തുറക്കുന്നു. അത് കറക്റ്റ് ആയിരുന്നു. സീറ അതിനകത്ത് നിന്ന് കാരഡക്കിന്റെ തോളിലേക്ക് വീഴുന്നു. അവൻ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചിട്ട് ശ്വാസം എടുക്കാൻ പറയുന്നുണ്ട്. അവൾ ശരിക്കും ഭയന്നിട്ടുണ്ട്. പിന്നീട് ഈ ജാക്സ് ഗെയിമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മോർഗൻ അവൾക്ക് ചെറുപ്പകാലത്തുണ്ടായ ഒരു മോശം അനുഭവത്തെ കുറിച്ച് കാരഡക്കിനോട് പറയുന്നു. മോർഗൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ PT പീരീഡിൽ കുറച്ച് കുട്ടികൾ ഈ ഗെയിം കളിക്കാനായിട്ട് അവളെയും ക്ഷണിക്കുന്നു. അവൾ അങ്ങനെ കൂട്ടുകാരോടൊപ്പം കളിക്കുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ കൊച്ചുകുട്ടികൾ സ്കൂളിൽ എന്ത് നടന്നാലും പ്രത്യേകിച്ച് സന്തോഷമുള്ള കാര്യങ്ങൾ വീട്ടിൽ ചെന്ന് പറയുമല്ലോ. അവൾ അങ്ങനെ അവളുടെ അച്ഛന്റെ അടുത്ത് നിന്ന് ഇക്കാര്യം പറഞ്ഞു. പക്ഷെ അച്ഛൻ അത് വളരെ അസാൾട്ടായിട്ട് എടുത്തു. കാരണം ഇവൾക്ക് ഹൈ ഐക്യു ആണല്ലോ. അവളുടെ അച്ഛനും അങ്ങനെ തന്നെയാണ്, ഹൈ പൊട്ടൻഷ്യൽ ഇന്റലക്ച്വൽ. അച്ഛനിൽ നിന്നുമാണ് അവൾക്കത് കിട്ടിയത്. അതുകൊണ്ട് അച്ഛൻ അവളോട്
അവളോട് പറഞ്ഞത് ഇതെല്ലാം നിന്നെ പോലുള്ള ബുദ്ധിമതിയായ ഒരു കുട്ടി കളിക്കേണ്ട ഗെയിം അല്ല എന്നാണ്. അങ്ങനെ അടുത്ത ദിവസം അവളുടെ കൂട്ടുകാർ അവളെ വീണ്ടും ഈ ഗെയിം കളിക്കാനായിട്ട് വിളിച്ചു. പക്ഷെ അവളന്ന് പോയില്ല എന്ന് മാത്രമല്ല, അറിയാതെ എന്താണ് യഥാർത്ഥ കാരണം എന്നും പറഞ്ഞുപോയി. കൊച്ചുകുട്ടിയല്ലേ, നിഷ്കളങ്കരായിരിക്കുമല്ലോ. പക്ഷേ അതിനുശേഷം അവളെല്ലാവരും ഒരു പ്രത്യേക ഭാവത്തിലാണ് കണ്ടിരുന്നത്. കാരണം അവൾ ഇക്കാര്യം പറഞ്ഞതുകൊണ്ട് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അവൾ മറ്റുള്ളവരെക്കാളും ഭയങ്കര സ്മാർട്ടാണെന്ന് മോർഗൻ വിചാരിച്ചിരിക്കുകയാണ് എന്നാണ്. പക്ഷെ കുഞ്ഞു മോർഗൻ അറിയാതെ സത്യം പറഞ്ഞു പോയതാണ്. അടുത്ത 4 വർഷം കൂട്ടുകാരുടെ കളിയാക്കലും കേട്ടുകൊണ്ടാണ് അവൾ അവിടെ പഠിച്ചത്. അങ്ങനെ അവൾ വല്ലാത്ത ട്രോമയിലായി പോയിരുന്നു അവളുടെ അച്ഛൻ കാരണം. അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ അച്ഛനോട് വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. ആദ്യത്തെ എപ്പിസോഡിൽ മോർഗൻ ചീഫിനോട് പറഞ്ഞു ഓർക്കുന്നില്ലേ, ഈ ഹൈക്ക് ഒരു ഗിഫ്റ്റ് അല്ല എന്ന്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണെന്ന്? ചെറുപ്പകാലം മുതലേ ഇതൊരു ശാപമായിട്ടായിരുന്നു മോർഗൻ അനുഭവപ്പെട്ടത്. അവിടെ നിന്ന് മോർഗൻ വീട്ടിലെത്തുന്നു. അപ്പോൾ ഏവിയയിലൂടെയും അവൾക്ക് അന്ന് രാത്രി പോലീസ് പാർട്ടിക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടി ഡ്രസ്സ് മേടിച്ചു വെച്ചിരുന്നു. അത് കണ്ട മോർഗൻ സന്തോഷത്തിൽ വല്ലാതാവുന്നുണ്ട്. അങ്ങനെ അവൾ അവർ മേടിച്ചുകൊണ്ട് വന്ന ഡ്രസ്സ് ഇട്ട് നോക്കാൻ വേണ്ടി മുറിയിലേക്ക് പോകുന്നു. അപ്പോൾ ജിയോയുടെ ഒരു മെസ്സേജ് അവൾക്ക് കിട്ടുന്നു. നാളെ 9 മണിക്ക് ഹാർബർ ഹോട്ടലിൽ സ്യൂട്ട് നമ്പർ 2214 എത്താൻ പറഞ്ഞു. അടുത്ത സീനിൽ റോണി കാരഡക്കിന്റെ വീട്ടിലെത്തുന്നു. അവന്റെ വീട് ഭയങ്കര അടുക്കും ചിട്ടോടെ നീറ്റായിട്ടുള്ളത്. അതുകൊണ്ട് റോണി അത്ഭുതപ്പെടുന്നുണ്ട്. അവൻ കുറെ നാൾ കഴിഞ്ഞാണ് കാരഡക്കിന്റെ വീട്ടിൽ വരുന്നത്. കാരഡക്ക് വാർഷികാഘോഷ പരിപാടിക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കായിരുന്നു. അപ്പൊ റോണി FBI പോകുന്നതിന് മുമ്പ് അവർ രണ്ടുപേരും ഒരുമിച്ച് അന്നത്തെ വാർഷികാഘോഷ പരിപാടിക്ക് പോയതെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. റോണി ഇപ്പൊ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോ പറഞ്ഞ ലൈല ഫ്ലിൻ എന്ന സ്ത്രീയെ കുറിച്ചുള്ള വിവരങ്ങൾ അവന് കിട്ടിയിട്ടുണ്ട്. കാരഡക്ക് റോണിയോട് അവളെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. ലൈല ഫ്ലിൻ ഒരു FBI അണ്ടർ കവർ ഏജന്റ് ആയിരുന്നു. 15 വർഷങ്ങൾക്ക് മുമ്പ് അവൾ കൊല്ലപ്പെട്ടു. അവളുടെ വീടിന്റെ പുറകുവശത്തെ മുറ്റത്ത് വെച്ച് വെടിയേറ്റാണ് അവൾ കൊല്ലപ്പെട്ടത്. പക്ഷെ ആരാണ് കൊലയാളി എന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അവൾ അവസാനമായി അന്വേഷിച്ചിരുന്ന കേസ് റോമൻ ഉൾപ്പെടുന്ന ഒരു കേസായിരുന്നു. അതായത് റോമനെ കുറിച്ചുള്ള കേസല്ല. റോമൻ ജിയോയെ പോലെ തന്നെ ഒരു പോലീസ് ഇൻഫോർമർ ആയിരുന്നു. ലൈലയുടെ മരണത്തിന് ശേഷം റോമനെ പിന്നെ ആരും കണ്ടിട്ടില്ല. റോണി അതേപ്പറ്റി എല്ലാം അന്വേഷിച്ചു. അപ്പോൾ കിട്ടിയ ഡീറ്റെയിൽസ് ആണ് എന്ന് പറഞ്ഞു ഒരു ഫയൽ കാരഡക്കിന് കൊടുക്കുന്നു. എന്നിട്ട് വായിച്ചു കഴിഞ്ഞതിന് ശേഷം കത്തിച്ചു കളയണം എന്ന് പറയുന്നു. കാരണം അതിലുള്ള വിവരങ്ങളെല്ലാം വളരെ രഹസ്യമാണ്. റോണി ഇത് അൺഒഫീഷ്യലായിട്ട് അന്വേഷിച്ചതാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസ് വാർഷികാഘോഷ പാർട്ടിക്ക് പോകാൻ വേണ്ടി കാറിൽ വന്ന് കയറിയ ഓസിനെയാണ്. അവൻ താക്കോൽ കീ ഹോളിലിട്ട് തിരിച്ചതും പെട്ടെന്ന് എയർ ബാഗ് ഓപ്പൺ ആയി. അത് അവന്റെ മുഖത്തടിച്ച് അവന്റെ ബോധം പോകുന്നു. അപ്പോൾ കാറിന് പുറത്ത് ഒരു വെളുത്ത ആനിമെ മുഖംമൂടി ധരിച്ച ഒരാൾ പതുക്കെ കുനിഞ്ഞ് ബോധം കെട്ടി കിടക്കുന്ന ഓസിനെ നോക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസ് വാർഷികാഘോഷ പാർട്ടിയാണ്. കാരഡക്കും ചീഫും ഡാഫിനി എത്തിയിട്ടുണ്ട്. മോർഗൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഓസ് ഇപ്രാവശ്യം ലേറ്റ് ആണെന്ന് കാരഡയ്ക്ക് വെച്ചപ്പോൾ ഞാൻ അവനൊന്ന് വിളിക്കട്ടെ ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഡാഫിനി മാറിപ്പോകുന്നു. കാരഡക്ക് ചീഫിനോട് റോമൻ ഒരു FBI ഇൻഫോർമർ ആയിരുന്നു എന്ന വിവരം കിട്ടിയാലും പറയുന്നുണ്ട്. മോർഗനോട് ഞാൻ പിന്നെ പറഞ്ഞോളാം എന്നും അവൻ പറയുന്നു. അപ്പോൾ അങ്ങോട്ട് മോർഗൻ വരുന്നു. ഏവ സെലക്ട് ചെയ്ത ഒരു പിങ്ക് ഉടുപ്പിട്ടിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. കാരഡക്ക് അവളെ കണ്ട് ഒരു നിമിഷം ഒന്ന് വണ്ടടിക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ അടുത്ത് വന്നിട്ട് നിന്നെ കാണാൻ ഭംഗിയായിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ നിനക്കൊരു ഡ്രിങ്ക് വാങ്ങി തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അതൊന്നും ഇവിടെ ഫ്രീ അല്ലെന്ന് മോർഗൻ ചോദിക്കുന്നു. അപ്പോഴാണ് കാരഡക്കിന് റിലേ വീണത്. ശരിയാണ്, ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരെന്ന് പറഞ്ഞ് അവൻ പോകുന്നു. അങ്ങനെ രാത്രിയായി. ഓസിനെ ഇതുവരെ കാണാത്തത് കൊണ്ട് ടെൻഷനായ ഡാഫിനി അവനെ വിളിച്ചിട്ട് ഇതുവരെയായിട്ടും ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് ചീഫിനോട് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ചീഫ് സൂക്ഷിക്കണമെന്ന് അവളോട് പറയുന്നുണ്ട്. ഇതേസമയം മോർഗനുമായി ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന കാരഡക്ക് ജിയോയുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും പറഞ്ഞിട്ട് ഞാനിത് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ മോർഗൻ അത് സമ്മതിക്കുന്നില്ല. കാരണം ജിയോ അവളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പോലീസുകാർ ഇതിൽ ഇടപെടരുതെന്ന്. പക്ഷെ കാരഡക്ക് എങ്ങനെയൊക്കെയോ അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. അപ്പോൾ ജിയോ അവളോട് നാളെ 9 മണിക്ക് കാണാൻ പറഞ്ഞിട്ടുള്ള കാര്യം കാരഡക്കിനോട് മോർഗൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ടോം വരുന്നു. അതുകൊണ്ട് കാരഡക്ക് അവർക്ക് രണ്ടുപേർക്ക് സ്പേസ് കൊടുക്കാൻ വേണ്ടി മോർഗന്റെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നു. മോർഗൻ നേരെ ടോമിന്റെ അടുത്ത് നിന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട് അവന്റെ ഒപ്പം ഡാൻസ് ചെയ്യാനായിട്ട് പോകുന്നു. ഇതേസമയം ഓസിനെ അന്വേഷിച്ച് ഡാഫിനി അവന്റെ കാറിൽ അകത്ത് പരിശോധിച്ചപ്പോൾ ചോര പുരണ്ട എയർ ബാഗ് കാണുന്നു. അവന്റെ ടൈ അകത്തെ കണ്ണാടിയിൽ തൂക്കിയിട്ടിട്ടുണ്ട്. സീറ്റിൽ ഒരു സാൻഡ് ടൈമർ വെച്ചിട്ടുണ്ട്. അതിലൊരു പേപ്പറിൽ മാർക്കോ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് മാർക്കോ പോളയിലെ മാർക്കോ. ഓസിനെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അത് കണ്ടുപിടിക്കണം. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കിഡ്നാപ്പർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡാഫിനി അത് ഉടനെ തന്നെ ചീഫിനെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും LAPD ഓഫീസിലേക്ക് എത്തുന്നു. മോർഗൻ എത്ര ശ്രമിച്ചിട്ട് ഒരു ക്ലൂ കിട്ടുന്നില്ല. കാറിൽ നിന്നും കിട്ടിയ ഓസിന്റെ ടൈ സിൽക്കാണ്. അപ്പൊ മാർക്കോപോളോ എന്ന് പറയുന്ന 2 യാത്രികർ പണ്ട് സിൽക്ക് റോഡിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ഇതിനൊരു കണക്ഷൻ ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നു. ഈ സിൽക്ക് റോഡ് എന്ന് പറഞ്ഞാൽ ഏഷ്യൻ വൻകരകളിലെ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ചൈനയുമായിട്ടൊക്കെ കച്ചവടം ചെയ്യാനായിട്ട് ബന്ധിപ്പിക്കുന്ന റോഡുകളുടെ ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഇത് കേട്ട അസ്വസ്ഥയ ചീഫ് ഇതെങ്ങനെ ഒരു ക്ലൂ ആകും? കിഡ്നാപ്പർ ഉദ്ദേശിച്ചിരിക്കുന്നത് മാർക്കോപോളോ ഗെയിം തന്നെയായിരിക്കും. അതായത് നമ്മുടെ ഒളിച്ചേ കണ്ട കളി. പക്ഷെ അവിടെ മാർക്കോപോളോ കളിക്കുന്നത് സ്വിമ്മിംഗ് പൂളുകളിലാണ്. അപ്പോൾ ലോസ് ഏഞ്ചൽസിൽ ഇഷ്ടം പോലെ സ്വിമ്മിംഗ് പൂളുകളുണ്ട് എന്ന് ചീഫ് അസ്വസ്ഥയോട് പറയുന്നു. അപ്പോഴാണ് ഡാഫിനി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കിഡ്നാപ്പർ ഇതുവരെ കൊടുത്തിരിക്കുന്ന ക്ലൂകളിലെ ലെറ്ററിന്റെ ഫോണ്ടുകളെല്ലാം വ്യത്യസ്തമാണ്. അപ്പോഴാണ് മോർഗൻ അത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ആ കിഡ്നാപ്പർ ക്ലൂ നോട്ടുകൾ കൊടുത്ത അതേ ഓർഡറിൽ ഫോണ്ടുകളുടെ പേര് പറയാൻ പറയുന്നു. ഡാഫിനി കമ്പ്യൂട്ടറിൽ നോക്കി കിഡ്നാപ്പർ കൊടുത്ത നോട്ടിന്റെ അതേ ഓർഡറിൽ ആ ഫോണ്ടുകൾ ഓരോന്നായിട്ട് പറയുന്നു. ആ ഫോണ്ടുകളുടെ എല്ലാം ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത് വായിച്ചപ്പോൾ റോക്ക എന്നൊരു പേര് മോർഗന് കിട്ടുന്നു. JR റോക്ക എന്നൊരു ആർക്കിടെക്ട് ഉണ്ടായിരുന്നു. ഈ വീടുകൾ വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ ഒരു ഓപ്പൺ ഹൗസ് നടക്കും. ആ ദിവസം ആർക്കും വേണമെങ്കിലും ആ വീടുകൾ വന്ന് കാണാം. പണ്ട് മോർഗനും റോമനും ഓപ്പൺ ഹൗസിൽ കൊടുക്കുന്ന ഫ്രീ ഷാമ്പയിന് സ്നാക്കിന് വേണ്ടിയിട്ട് വീട് മേടിക്കാനൊന്നുമില്ലെങ്കിലും ചുമ്മാ ഇതുപോലുള്ള വീടുകളിലെല്ലാം കയറി ഇറങ്ങുമായിരുന്നു. അതുകൊണ്ട് ഈ ആർക്കിടെക്റ്റിന് അവൾക്കറിയാം. അങ്ങനെ ചീഫ് ഡാഫിനോട് ലോസ് ഏഞ്ചൽസിൽ റോക്ക വന്ന വീടുകളുടെ ലിസ്റ്റ് എടുക്കാൻ പറയുന്നു. അതിൽ തന്നെ എത്ര എണ്ണത്തിന് സ്വിമ്മിംഗ് പൂളുകൾ ഉണ്ടെന്നും ചെക്ക് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഒരേ ഒരു വീടേ ഉള്ളൂ. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്ന ചീഫ് അവരോട് പറയുന്നു. അവരെല്ലാവരും ആ വീട്ടിലേക്ക് പോകുന്നു. ആ വീടിന്റെ സ്വിമ്മിംഗ് പൂളിന്റെ അടിയിൽ ഓക്സിജൻ മാസ്കും വെച്ച് 4 കല്ലിലേക്ക് ചെങ്ങലയിൽ ബന്ധിച്ച് ഓസിനെ കിടത്തിയിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. കാരടക്ക് ഉടനെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി ഓസിനെ ചെങ്ങലഴിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പക്ഷെ കുമിളകളൊന്നും വരുന്നത് കാണാത്തതുകൊണ്ട് ഓക്സിജൻ തീർന്നിരിക്കുമെന്ന് ഡാഫ്നി പേടിയോടെ കരയിൽ നിന്ന് മോർഗനോട് പറയുന്നുണ്ട്. കാരടക്ക് ചെങ്ങലഴിച്ച് ഓസിന് മുകളിലേക്ക് കൊണ്ടുവന്ന് പൂളിന്റെ സൈഡിൽ കിടത്തുന്നു. ഡാഫ്നി ഉടനെ തന്നെ അവന് CPR കൊടുക്കുന്നുണ്ട്. പക്ഷെ ഓസിന് അനക്കൊന്നുമില്ല. എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ഓസിന് ബോധം വീഴുന്നു. അത് കണ്ട് എല്ലാവരും ആശ്വാസത്തിലാകുന്നുണ്ട്. മോർഗൻ സങ്കടത്തിലും സന്തോഷത്തിലും തലയിൽ കൈവച്ചു പോകുന്നു. ഒരു നിമിഷം എല്ലാവരും ശരിക്കും ഭയന്നുപോയി. പിന്നീട് ആംബുലൻസ് അങ്ങോട്ട് എത്തി അവന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. പുറകെ ചീഫ് അങ്ങോട്ട് വന്ന് ഇനി മേലാൽ ഇതുപോലുള്ള പരിപാടി ചെയ്യരുതെന്ന് സ്നേഹത്തോടെ ഓസിനെ ശാസിക്കുന്നു. അടുത്ത സീനിൽ കാരഡക്ക് ജിയോ മോർഗനോട് വരാൻ പറഞ്ഞ് ഹോട്ടലിലേക്ക് എത്തുന്നു. ജിയോ ആദ്യം അവന് മുറിയിലേക്ക് കടക്കാൻ സമ്മതിച്ചില്ല. പക്ഷെ കാരഡക്ക് ബലമായി മുറിയുടെ അകത്തേക്ക് കയറി എന്തിനാണ് നീ അവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ജിയോയുടെ മകൻ അകത്ത് മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. കുട്ടി ശബ്ദം കേട്ട് ഇറങ്ങി വന്നാണ്. ജിയോ അവനെ എടുത്തിട്ട് അച്ഛൻ കൂട്ടുകാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അകത്തേക്ക് പോയിക്കോ, ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് വിടുന്നു. ശരിക്കും ജിയോ മോർഗൻ അങ്ങോട്ട് വിളിച്ചു വരുത്തി ഉപദ്രവിക്കുമോ എന്ന പേടി കാരഡക്കിനുണ്ടായിരുന്നു. പക്ഷെ റോമനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് അവൻ മോർഗനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞത്. അപ്പോൾ കാരഡക്ക് ദേവിയത് മോർഗന് വേണ്ടി നിനക്ക് റോമനെ കുറിച്ച് അറിയാവുന്ന എല്ലാ വിവരങ്ങളും എന്നോട് പറയാൻ പറയുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് LAPD ഓഫീസാണ്. അവർ ഓസിനെ കണ്ടുപിടിച്ച ആ വീടിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. അതിന്റെ ഓണർ കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു വെക്കേഷനിലാണ്. അവർക്ക് 2 കുട്ടികളുണ്ടായിരുന്നു, ഒരാണും ഒരു പെണ്ണും. ആൺകുട്ടിയുടെ പേര് ഡേവിഡ്, പെൺകുട്ടിയുടെ പേര് കേസി. ഡേവിഡിന്റെ ടിൻ സിസ്റ്റർ ആണ് കേസി. പക്ഷെ 10 വയസ്സുള്ളപ്പോൾ അവൾ മരിച്ചുപോയി. ഡേവിഡിന്റെ അച്ഛനും അമ്മയും അവന് 18 വയസ്സുള്ളപ്പോൾ മുതൽ അവനിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. അവർ തമ്മിൽ ഇപ്പോൾ ബന്ധമൊന്നുമില്ല. ഡേവിഡിന് ഇപ്പോൾ 38 വയസ്സായി. അവൻ ജനിച്ചു വളർന്ന വീടാണിത്. അപ്പോൾ അവന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചീഫ് ചോദിച്ചപ്പോൾ ഫോട്ടോയോ വേറെ യാതൊരു ഡീറ്റെയിൽസും അവനെ കുറിച്ച് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇനി അവനെ കിട്ടുന്നവർ ആർക്കും വിശ്രമമില്ലെന്ന് ചീഫ് പറയുന്നു. അടുത്ത സീനിൽ മോർഗനും കുട്ടികളും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അത് കാറിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു വെക്കേഷൻ പോകാമെന്ന് മോർഗൻ കുട്ടികളോട് പറയുന്നുണ്ട്. അവർക്കത് കേട്ട് സന്തോഷമാകുന്നു. അപ്പോൾ എവിടെയാണ് പോകേണ്ടതെന്നുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എലിയറ്റിന്റെ കയ്യിൽ നിന്നും അവർ വാങ്ങിച്ച ഒരു സാധനം താഴെ വീണ് അത് ഉരുണ്ടു പോകുന്നു. അപ്പോൾ ഒരു ഭംഗിയുള്ള ചെറുപ്പക്കാരൻ അത് എടുത്തുകൊണ്ട് വന്ന് അവർക്കത് കൊടുക്കുന്നു. എന്നിട്ട് അവൻ 1-2 തമാശകളെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് മോർഗൻ കൊണ്ടുവന്ന ട്രോളി ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ കൊണ്ടുപോയി വെച്ചോളാം എന്ന് പറഞ്ഞ് അവൻ അതുകൊണ്ട് പോകുന്നു. മോർഗൻ അവന് താങ്ക് യു പറയുന്നുണ്ട്. അവൻ പോയി കഴിഞ്ഞപ്പോൾ ഏവ അമ്മയോട് അമ്മയ്ക്ക് ഫ്ലേർട്ട് ചെയ്യാൻ അറിയില്ലെന്ന് പറയുന്നുണ്ട്. അവൻ ഫ്ലേർട്ട് ചെയ്തതുപോലെയാണ് ഏവയ്ക്ക് തോന്നിയത്. മകൾ അമ്മയ്ക്ക് ഫുൾ സപ്പോർട്ടാണ്. പക്ഷെ മിണ്ടാതെ കാറിന് എത്തിയെന്നിരിക്കാൻ മോർഗൻ ഏവയോട് പറയുന്നു. അങ്ങനെ അവർ വീട്ടിലെത്തുന്നു. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം മോർഗൻ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എലിയറ്റ് എന്തോ ഒരു ഗെയിമിന്റെ പാക്കറ്റ് ഉണ്ട്. അത് എടുത്ത് നോക്കിയിട്ട് ഇത് കുട്ടികൾക്കുള്ള ഗെയിം ആണല്ലോ, എനിക്ക് ഏവയ്ക്ക് ഇത് കളിക്കുന്ന പ്രായം കഴിഞ്ഞു, ക്ലോയ്ക്കാണെങ്കിൽ ഇനിയും കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞാലാണ് ഇത് കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ മോർഗൻ അത് അവന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു നോക്കിയിട്ട് സംശയത്തോടെ നിൽക്കുന്നുണ്ട്. അവിടുന്ന് LAPD ഓഫീസ് കാണിക്കുന്നു. ഓസിന് ഡേവിഡിന്റെ 2 വർഷം മുമ്പുള്ള ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അത് ആദ്യം ആ സ്കെച്ച് ആർട്ടിസ്റ്റ് വരച്ച പടവുമായി വെച്ച് നോക്കുമ്പോൾ മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്, പക്ഷെ താടി മീശയില്ല. അപ്പൊ ഇത് തന്നെയാണോ ആളെന്ന് ചീഫ് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡാഫ്നി ചിലപ്പോൾ ആയിരിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ഫ്ലാഷ് ബാക്കിൽ ഒരാൾ അയാളുടെ മുടി മുറിക്കുന്നത് നമുക്ക് കാണിച്ചു തരുന്നു. അതേസമയം മോർഗൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗെയിമിന്റെ പാക്കറ്റ് തിരിച്ചു നോക്കിയപ്പോൾ അതിന്റെ പുറകിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നീയാണ് ആ ആൾ, ഇനി നമുക്ക് തമ്മിൽ ഒരു ഗെയിം കളിക്കാൻ മോർഗൻ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓരോ ആളുകളെ രക്ഷപ്പെടുത്തുമ്പോഴും ആ കിഡ്നാപ്പർ അവിടെ ഉണ്ടായിരുന്നു. അവൻ മോർഗൻ അപ്പോഴും അതിനുശേഷം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡാഫ്നെ കാണിക്കുമ്പോൾ അവൾ ന്യൂയോർക്കിലുള്ള ഒരു റിഹാബ് സെന്ററിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ 4 മാസമായിട്ട് ഡേവിഡ് അവിടെ ചികിത്സയിലാണ്. അപ്പോൾ നമ്മളോട് ഈ ഗെയിമുകളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അത് ഡേവിഡ് അല്ല എന്ന് പറയുന്നു. അത് കേട്ട് ചീഫ് അപ്പോൾ ഈ ഫോട്ടോയിലുള്ള ആൾ ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ആദ്യം ഫ്ലാഷ് ബാക്കിൽ മുടി കണ്ടിച്ച് ഷേവ് ചെയ്ത ആളെ നമുക്ക് കാണിച്ചു തരുന്നത്. അയാളായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്നും പർച്ചേസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ മോർഗന്റെ അടുത്ത് വന്ന് സംസാരിച്ച ആൾ. അയാൾ എലിയറ്റിന്റെ കയ്യിൽ നിന്നും താഴെ വീണ സാധനം എടുത്തു വെച്ച കൂട്ടത്തിലാണ് ആ ഗെയിം പാക്കറ്റ് അവളുടെ സാധനങ്ങളുടെ കൂട്ടത്തിൽ അവൾ അറിയാതെ ഇട്ടത്. ഇതേ സമയം ജിയോയുടെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ടിറങ്ങിയ കാരഡക്ക് മോർഗന് ഫോൺ വിളിക്കുന്നു. ജിയോ റോമനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയോ കാരഡക്കിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൻ മോർഗനോട് അവൻ എവിടെയാണെന്ന് എനിക്ക് അറിയാമെന്ന് പറയുന്നു. അപ്പോൾ നീ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് മോർഗൻ ചോദിച്ചപ്പോൾ കാരഡക്ക് റോമനെ കുറിച്ച്, അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ അത് കേട്ട് ഞെട്ടി നിൽക്കുന്ന മോർഗനെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡും അതുപോലെ ഈ സീസണും ഇവിടെ അവസാനിക്കുന്നു. ദി എൻഡ്. അപ്പോൾ ഈ ആളുകളെല്ലാം തട്ടിക്കൊണ്ടുപോയി പോലീസുകാരായിട്ട് ഗെയിം കളിച്ചത് ആരാണെന്നും എന്തിനാണെന്നും റോമനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും നമുക്ക് അടുത്ത സീസണിൽ അറിയാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇഷ്ടമായോ എല്ലാവർക്കും? നിങ്ങൾക്ക് ഈ സീരീസിലെ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് കണക്ട് ആയോ? ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പിസോഡ് ഏതായിരുന്നു? എന്തായാലും കഥ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അതിന്റെ കാരണം ഒന്ന് കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ രേഖപ്പെടുത്തി ഈ ചാനൽ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സങ്കടങ്ങളിൽ തളർന്നു പോകാതിരിക്കുക. ഞാനുണ്ടാവും നിങ്ങളുടെ ഒപ്പം. ഒരുപാട് സ്നേഹത്തോടും നന്ദിയോടും. ടാറ്റാ.